ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളോട് ചോദിക്കുന്ന ആ ഒരു ഫേവർ എന്താണെന്നാണ്. നിങ്ങളോട് എന്ത് ചെയ്തു തരുമോ എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ സോൾ പാത്ത് നമ്പർ എന്താണെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സോ അതെങ്ങനെയാണ് ചെയ്തു തരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് 1 to 9 വരെയാണ് ആ നമ്പേഴ്സ് ഉണ്ടാവുക. സോ ആ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ റീഡിങ് നോക്കുന്നത്. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് സോൾ നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് 2, അതായത് 2/2/2000 ആണെന്ന് വിചാരിക്കാം. ഫോർ ഈസി ആയിട്ടുള്ള ഒരു നമ്പറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ആഡ് 2 + 2 + 2 which is equal to 6. ഇതായിരിക്കും നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ. അതല്ല നിങ്ങൾക്ക് എല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ട് 19 എന്നാണ് കിട്ടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും 1 + 9 എന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 10 കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് നിങ്ങളുടെ സോൾ നമ്പർ. ഓക്കെ, ആ രീതിയിൽ ഇപ്പോൾ 22 ആണെന്നുണ്ടെങ്കിൽ 4 ആണ് നിങ്ങളുടെ സോൾ നമ്പർ. 27 ആണെന്നുണ്ടെങ്കിൽ 9 ആണ് നിങ്ങളുടെ സോൾ നമ്പർ. സോ അങ്ങനെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ, ആ നമ്പറിൽ നിന്നും ഒരു സിംഗിൾ നമ്പറായിട്ട് ഡിറൈവ് ചെയ്ത് വരിക. ഓക്കെ, സോ 1 to 9 അവരുടെ സോളിൽ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്തു തരും, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്യാം, ആ സോൾ നമ്പർ കണ്ടെത്താം, ആൻഡ് ദെൻ യു ക്യാൻ ഗോ ടു ദ റീഡിങ്സ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് സോൾ പാത്ത് നമ്പർ 1 കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നോക്കാം. മീ ബേസിക്കലി സോൾ പാത്ത് നമ്പർ 1 പെട്ടിട്ടുള്ള ഒരാളാണ്. സോ ലെറ്റ്സ് സി വാട്ട് ഇസ് ദെയർ. വാട്ട് ഓഫ് ഇറ്റ് വാസ് ഈസി. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് എന്നെക്കൊണ്ട് ഒരിക്കലും ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളത് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇത്ര ഈസി ആയിരുന്നോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പം ഹാർഡായിരിക്കണം എന്നില്ല, അതായത് വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ് എന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും അത് ഹാർഡാണെന്നുള്ളത്. ഓക്കെ, നമുക്കൊരു പണിയെടുക്കണം, നമുക്ക് എന്തുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ്. നമുക്ക് പണിയെടുക്കണം എന്നുള്ളത് നമ്മളുടെ ബ്രെയിൻ കാണുന്നത് അതൊരു ഫൈറ്റാണ് ചെയ്യുന്ന, നമ്മളുടെ എനർജിയൊക്കെ പോകുന്നൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട, നമ്മളുടെ എനർജി കൺസേർവ് ചെയ്ത് വെക്കാം കുറച്ച് നേരം കൂടി എന്ന് വിചാരിച്ചിട്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത്. സോ പല കാര്യങ്ങളും അത് അത്ര ഹാർഡല്ല, പല കാര്യങ്ങളും അത്രയ്ക്ക് ഡിഫിക്കൽട്ടൊന്നും അല്ല. പക്ഷെ നമ്മളുടെ സോള് നമ്മളെ അടുത്ത് പറയാണ് അത് ഹാർഡാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡി നമ്മളെ അടുത്ത് പറയാണ് അത് ഹാർഡാണ്, നീ ചെയ്യണ്ട എന്നുള്ളിൽ നിന്ന് പറയാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയെങ്കിലും. ഓക്കെ, ആ ഹാർഡായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, call in universe, the stars, the angel and all the powers. Find the solution. Would you take the next step if it were easy? It's time to expect ease. Call in grace. Receive guidance. You are supported. ഓക്കെ, നിങ്ങളുടെ പവർ സ്റ്റാർസിൽ യൂണിവേഴ്സിൽ ഒക്കെയുള്ള നിങ്ങളുടെ പവറിനെ നിങ്ങൾ തിരിച്ചു വിളിക്കുക. എല്ലാ ഭാഗത്തും ഡെസിപ്പേറ്റ് ആയിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ പവറിനെ നിങ്ങൾ തിരിച്ചു വിളിക്കുക. പലയിടത്തുള്ള ദേഷ്യം, സങ്കടം, പലർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കിയിട്ടുള്ള ഇമോഷൻസ്, എല്ലാത്തിൽ നിന്നും പവർ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ വിളിക്കുക. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഈസിയാണ്, നിങ്ങളുടെ സോളിന് അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമോ അത് എന്നുള്ള രീതിയിൽ അതൊന്നും ചെയ്തു തുടങ്ങുക. ഇന്ന് അതിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുക. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇതിനൊരു സപ്പോർട്ട് തരുന്നുണ്ട്. നിങ്ങൾ ഹാർഡാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിൽ സപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോളിൻ്റെ കറൻറ്റ് കോളിംഗ് എന്താണെന്ന് തോന്നുന്ന 10 ഐഡിയാസ് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഈസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതായത് അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 5 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ എന്ത് നിങ്ങൾ ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കാര്യം എഴുതുക ആൻഡ് സേ യെസ് ടു ഇറ്റ്. അത് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു യെസ് അതിനോട് പറഞ്ഞേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഐ എം സെയിങ് ആം ഐ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഐ വാണ്ട് ദ മോസ്റ്റ്. ഇത് രണ്ടും
ഒരേപോലെ റെസനേറ്റ് ആവുന്ന രീതിയിലുള്ള കാർഡ്സാണ്, ഒരേപോലെ സിമിലർ ആയിട്ടുള്ള കാർഡ്സാണ്. നിങ്ങൾക്ക് ഒരു കാര്യം ഭയങ്കര കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണം 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 എന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആയിരിക്കും. അങ്ങനെയുള്ളൊരു സംഭവം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോക്കസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ പലരിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്ക് ട്രൂലി ആവശ്യമില്ല, അല്ലെങ്കിൽ ട്രൂലി നമുക്ക് വേണം എന്നുള്ളൊരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺസെൻട്രേഷനും പവറും വളരെ കൂടുതലായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ നേടിയെടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഫോക്കസ് ഇടണം എന്നുള്ളതാണ്. അതായത് ആ പകുതിക്ക് നിട്ടിട്ട് അങ്ങോട്ട് പോവാതിരിക്കുക. എന്ത് കാര്യം തുടങ്ങിയാലും അതിനെ മുഴുവിപ്പിക്കാനുള്ള ഒരു എനർജി, അല്ലെങ്കിൽ അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ഒരു ആഗ്രഹത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അതായത് ഈച്ച് ഡേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ റെഡിയാണോ? അതിന് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് നിങ്ങളുടെ സോള് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ മേലെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എനിക്ക് കാണുന്നത്, ഡു ഐ സറൗണ്ട് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹു ലിഫ്റ്റ് മീ അപ്പ്? നിങ്ങളെ പൊക്കി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് നിങ്ങളൊരു ഭയങ്കര ബാഡായിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്ന വ്യക്തികളുടെ ചുറ്റിലുമാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെ അല്ലാത്തൊരു സർക്കിളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ സർക്കിളിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വളർച്ച വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കിൾ ഫസ്റ്റ് ക്ലിയർ ഔട്ട് ചെയ്യണം. നിങ്ങളെ വളർത്താനും നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും ഓരോ ദിവസം നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കി തരാനും പറ്റുന്ന ഒരു വ്യക്തിയിലേക്ക് വേണം നിങ്ങൾ അറ്റാച്ച്ഡ് ആവാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് വേണം നിങ്ങൾ സറൗണ്ട് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ പൊട്ടൻഷ്യലിലൊത്ത് നിങ്ങളെ വളർത്താനും പറ്റുന്ന വ്യക്തികളുമായിട്ട് മാത്രം നിങ്ങൾ സറൗണ്ടഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റിലും ഇന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നേ എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ഔട്ട് ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകളും കൂടെ നിങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം, അവരിൽ നിന്നും നിങ്ങൾ മാറ്റി നിർത്താണ്, നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും നിങ്ങൾ ഡിസ്റ്റൻസ് ചെയ്ത് മാറി നിൽക്കുകയാണ് എന്നുള്ളത്. ചില വ്യക്തികളാണ് നിങ്ങളുടെ ഗ്രോത്തിന് ഒരു എന്താ പറയുക, ഒരു ഒബ്സ്ട്രക്ഷനായിട്ട് നിൽക്കുന്നത്. ആ ഒരു വ്യക്തികൾ ആരാണെന്ന് മനസ്സിലാക്കി ആ ഒരു സംഭവത്തിൽ നിന്നും മാറി നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് സോൾ പാത്ത് നമ്പർ 2 ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് എനിക്ക് നോക്കാം. വാട്ട് ആർ ദ ഡോമിനൻറ്റ് ഇമോഷൻസ് ദാറ്റ് റൺ മൈ ലൈഫ്? ചിലർക്ക് ഒരു ഇമോഷൻ, അതായത് ചിലർക്ക് ദേഷ്യമായിരിക്കാം, ചിലർക്ക് സ്ട്രെസ് ആയിരിക്കാം, ചിലർക്ക് ആങ്സൈറ്റി ആയിരിക്കാം, അങ്ങനെയുള്ള പല ഇമോഷൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്ന ഇമോഷൻ എന്താണ് എന്നുള്ളത് നോക്കുക. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്ട്രെസ്സ് കൂടുതലായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനെ ജോയ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആങ്സൈറ്റീനെ പീസാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ബോഡി സ്ട്രെസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആങ്സൈറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം, ട്രസ്റ്റ് ഇഷ്യൂ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. സോ അതിലൊരു തീരുമാനമാക്കുമോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത് നിങ്ങളുടെ സോള് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ജേർണി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഒരു തെറാപ്പി സെഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഹെൽപ്പോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എത്രത്തോളം ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ജേർണിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതായത് സ്ട്രെസ്സും ആങ്സൈറ്റിയും ബേസിക്കലി മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റലി നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. Lean into what you want to feel and adjust your life, your values and your expectation to match your desires.
what you want to feel, are you willing to let go of the belief that you have to achieve something to feel it? Okay. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിനെ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് നിങ്ങൾക്കൊരു കാര്യം പേടിയായതുകൊണ്ട് മാത്രം നിങ്ങളത് ട്രൈ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സൂപ്പറായിട്ട് അതിനകത്ത് മുന്നോട്ടേക്ക് വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. പക്ഷേ യു ആർ നോട്ട് ട്രൈയിങ് ബിക്കോസ് നിങ്ങൾക്ക് അതിനെ പേടിയാണ്. നിങ്ങൾക്കൊരു ആങ്സൈറ്റി ആയത് കാരണം നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നുണ്ടാവാം. സോ നിങ്ങളുടെ ലൈഫിനെ ലിമിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ പറയുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിൻ്റെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നിങ്ങൾ ഫീൽ ചെയ്ത് ആ ഇമോഷൻസിനെ വെറുതെ ഓക്കെ ഇത് സ്ട്രെസ് ഒന്നല്ല, ഇത് എനിക്ക് വെറുതെ തോന്നുന്നതാണ്, അല്ലെങ്കിൽ ഇതിനൊരു ഹെൽപ്പൊന്നും എനിക്ക് ആവശ്യമില്ല, അങ്ങനെയൊക്കെ അതിനെ എന്താ പറയുക, അതിനെ ഒന്ന് കെയർ കൊടുക്കാതെ വിടുന്നതിന് പകരം അതിനെ ഫസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. നെക്സ്റ്റ് ഐ എം സെയിങ് വാട്ട് ഈസ് മൈ ബോഡി ടെല്ലിങ് മീ റൈറ്റ് നൗ. നിങ്ങളുടെ ബോഡി, ഫിസിക്കൽ ബോഡി എന്താണ് നിങ്ങളുടെ അടുത്ത് പറയുന്നു. സോ നിങ്ങൾക്ക് ബേസിക്കലി ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം എന്നുള്ളത് അവിടെ പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ പെയിനോ ഡിസ്കംഫോർട്ടോ ഉണ്ടോ, ബോഡി എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് മെസ്സേജസോ സിഗ്നൽസോ തരുന്നുണ്ടോ, നിങ്ങളുടെ ചക്രാസിൽ എവിടെയെങ്കിലും ബ്ലോക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഇമോഷൻ ട്രാപ്ഡ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ഫിയേഴ്സോ ബിലീഫോ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടോ തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഓൺ യുവർ ഹീലിംഗ് നൗ. നേരത്തെ ഞാൻ പറഞ്ഞ ഇതേ കാർഡിൻ്റെ സെയിം മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഹീൽ യുവർ ബോഡി എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്, ലൂസി എൽ ഹേ. അത് നമ്മൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഹീലിംഗ്, ബോഡീന് ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിങ്ങളുടെ ബോഡീനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണ്. ഐ എം നോട്ട് സെയിങ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, അതൊക്കെ ചെയ്യുക. ഐ എം സെയിങ് ഒരു മിനിമൽ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, നിങ്ങൾക്കത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടോ ആങ്സൈറ്റി റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ ഈ ഒരു ബുക്ക് നിങ്ങൾ വളരെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുത്ത് മുന്നോട്ടേക്ക് പോകണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ സോൾ ഇനി ഹാപ്പി ആവുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട്, when was the last time I couldn't stop laughing or smiling? നിങ്ങൾക്ക് ഒരുപാട് ചിരിച്ചിട്ട് നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റാതെ അല്ലെങ്കിൽ സ്മൈൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ലാസ്റ്റ് ടൈം എപ്പോഴാണ് നടന്നത് എന്നുള്ളത് നോക്കുക. നിങ്ങൾ വളരെ സീരിയസ് ആയി പോയിട്ടുണ്ടാകും കുറച്ച് നാളായിട്ട്, മേ ബി ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് കമ്മിങ് അപ്പ്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരുപാട് പിന്നെ ചിരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിരിച്ച സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ കവിളൊക്കെ വേദനിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് ആ രീതിയിൽ നിങ്ങൾ ചിരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഇപ്പോൾ ലാസ്റ്റിൽ എപ്പോഴാണ് നടന്നത്. ലാഫ്റ്റർ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് ചിരിക്കാനുള്ള സിറ്റുവേഷൻസ് വേണം. നിങ്ങൾ അങ്ങനെയുള്ള ഇമോഷൻസ് എൻജോയ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾക്ക് ഇമോഷൻസ് തരുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ സറൗണ്ട് ചെയ്തിരിക്കണം. കാരണം ലാഫ് മോർ ഓഫൺ. ഇനി നിങ്ങൾ ചിരിച്ചു കാണാനാണ് നിങ്ങളുടെ സോളിന് താല്പര്യം. നിങ്ങളുടെ സോളിന് ഇനിയും ചിരിയോ അല്ലെങ്കിൽ സന്തോഷമോ വേണം എന്നുള്ളതാണ് പറയുന്നത്. അതാരാണ് തരിക? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ലൈഫ് പാത്ത് നമ്പർ 3 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സോൾ എന്താണ് ചോദിക്കുന്നത് നോക്കാം. ആം ഐ ഓൺ ദ റൈറ്റ് പാത്ത്? നിങ്ങൾ റൈറ്റ് പാത്തിലാണോ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്തിലാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പം നിങ്ങൾക്കൊരു സെക്കൻഡ് ഗസ് വേണ്ടി വരും. അതായത് നിങ്ങൾ പോകുന്ന വഴി ചിലപ്പോൾ തെറ്റാവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോസസ്സിലൊരു ട്രസ്റ്റ് തോന്നാത്ത പോലെ, അല്ലെങ്കിൽ ഇത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഒരു റൈറ്റ് പാത്തിലായിരിക്കാം എന്നുള്ളത് ഒരു ഉറപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്താലും, അതായത് നിങ്ങൾ തെറ്റായിട്ടുള്ള പാത്തിലാണ് എന്നുള്ളൊരു തോന്നലുണ്ടായാലും നിങ്ങളൊരു റൈറ്റ് പാത്തിലാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. കീപ് ഗോയിങ്, കീപ് ബിലീവിങ്, കീപ് റിമെമ്പറിങ് ദാറ്റ് you are made a soul contract and that are currently fulfilling in every areas of your life. Even if you can't see it, that doesn't mean it's not real. സോ നിങ്ങൾക്കിപ്പം ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവാം. അതായത് ഏതെങ്കിലും വ്യക്തികളുമായിട്ട് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിട്ട് ഏതെങ്കിലും സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവാമായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഡിഫിക്കൽട്ട് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. ഇതൊരു ഡിഫിക്കൽട്ട് പാത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കാം.
സോ അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല വേണമെന്ന്, പകരം ആ ഒരു പാത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇഫ് ഇറ്റ് ഇസ് റോങ്, അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പാത്ത് നമ്പർ ബിയിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം വഴികൾ തേടുന്നു അത്രത്തോളം തന്നെ നിങ്ങളുടെ സോളിൻ്റെ പർപ്പസുമായിട്ട് നിങ്ങൾ അലൈൻ ആവും എന്നുള്ളതാണ് പറയുന്നത്. സോ നിങ്ങൾ ഓരോരോ പ്രോസസ്സിലൂടെ പോകുമ്പോഴും ഓരോരോ തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴും അത് തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാതെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വാട്ട് റിസ്ക് ഐ ക്യാൻ ടേക്ക് ടുഡേ? ഓക്കെ, എന്ത് റിസ്ക്കാണ് നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ പറ്റുക? ബി നോട്ട് മിസ്റ്റേക്കൻ, യു ഹാവ് to take bigger risk that you ever thought possible on this path towards your dream. നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ റിസ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് പേടിയുള്ള വലിയൊരു ബിഗ് സ്കെയറി റിസ്ക് ആയിരിക്കും, ബട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീഡം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആ റിസ്ക് എന്താണ്? നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ആ ഒരു ബിഗ് റിസ്ക് എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ചിന്തിക്കുക. ആൻഡ് ബി ബ്രേവ് ഇനഫ്, അതായത് നിങ്ങൾക്കൊരു കറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആകുക എന്നുള്ളത് കാണുന്നു. വാട്ട് ആം ഐ ഗ്രേറ്റ്ഫുൾ ഫോർ റൈറ്റ് നൗ? നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഗ്രേറ്റ്ഫുൾ ജേർണൽ എഴുതുക, ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊരു എല്ലാ പ്രോബ്ലത്തിനും ഒരു പരിഹാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒരു പരിഹാരമാണ് നിങ്ങളുടെ പ്രോബ്ലംസിന്. അതായത് നിങ്ങൾക്കൊരു നല്ല വീടുണ്ട്, ഇടാൻ നല്ല ഡ്രസ്സുണ്ട്, ഫുഡുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പെറ്റ്സ് ഉണ്ട്, ഇതിലൊക്കെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. ദ ലവ് യു ആർ റിസീവിങ്, അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്, അബണ്ടൻസ് മൈൻഡ് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഓവറോൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഇംപ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ ക്ലോസ് യുവർ ഐസ്, പുട്ട് യുവർ ഹാൻഡ് ഓൺ യുവർ ഹാർട്ട് ആൻഡ് തിങ്ക് ഓഫ് 3 things ഓഫ് വിച്ച് യു ആർ ഗ്രേറ്റ്ഫുൾ ടുഡേ. നിങ്ങളുടെ കൈ നിങ്ങളുടെ ഹാർട്ടിൻ്റെ സൈഡിൽ പ്ലേസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള 3 കാര്യങ്ങളെ പറ്റിയിട്ട് ഇപ്പം ചിന്തിക്കുക. നോട്ടീസ് ദ അബണ്ടൻസ് ഗ്രോയിങ് വിത്തിൻ യു. നിങ്ങളുടെ ഉള്ളിൽ അബണ്ടൻസ്, അതായത് പ്രോസ്പെറിറ്റി, ഒരുപാട് ഗുഡ് തിങ്സ് നിങ്ങളുടെ ഉള്ളിൽ വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് സോൾ പാത്ത് നമ്പർ 4 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. When is the last time I danced freely? നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഒന്നിനെയും ചിന്തിക്കാതെ ചുറ്റും നോക്കാതെ ഡാൻസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? സിറ്റുവേഷൻ എപ്പോഴാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണോ, അതോ നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു ഡാൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഡാൻസ് ഡസൻറ്റ് മീൻ ഡാൻസ്, പ്രോപ്പർ ഡാൻസ്, ഭരതനാട്യമോ കുച്ചിപ്പുടിയോ ഒന്നും കളിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു പാട്ട് വെച്ചു, നിങ്ങളുടെ ബോഡീനെ ആ പാട്ടിൻ്റെ താളത്തിനൊത്തിട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആസ് നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാവരും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നു. അവർ ഫെസ്റ്റിവൽസ് വരുമ്പം ദേ ഡ്രം ആൻഡ് ദേ ഡാൻസ് വിത്ത് അതിൻ്റെ സൗണ്ടിനനുസരിച്ച് അവർ ഡാൻസ് ചെയ്യും, ഒക്കെ ചെയ്യും. അതേപോലെ തന്നെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിസിൻ ആണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹ്യൂമൻ ബോഡീനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് നിങ്ങൾക്ക് വേണ്ടുന്ന മൂവ്മെൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, 3 minutes എങ്കിൽ 3 minutes നിങ്ങൾക്കൊരു ഫേവറേറ്റ് സോങ് വെച്ചിട്ട് അതിനൊത്ത് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് എനർജിയിലുള്ള ചേഞ്ചസും ഒരുപാട് ഫ്രീ ആയിട്ടും അതിനുശേഷം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങളുടെ സോള് ഒരു മൂവ്മെൻറ്റിന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു 3 മിനിറ്റ് 3 മിനിറ്റ്, 5 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങളുടെ ഫേവറേറ്റ് സോങ്ങിന് നിങ്ങൾ ഡാൻസ് കളിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു ഹൈ വൈബ്രേഷൻ നിങ്ങളുടെ ബോഡി ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണുന്നു. അടുത്തതായിട്ട്, ഡസ് മൈ ലൈഫ് ഹാവ് റൂം ഫോർ മോർ പ്ലഷർ ആൻഡ് പ്ലേ? ഒരുപാട് സീരിയസ് ആയി പോയിട്ടുള്ള സോൾസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് സീരിയസ് ആയി പോയി ആൻഡ് കുട്ടിക്കളിയൊന്നും കളിച്ച് നടക്കാൻ പറ്റുന്ന സമയമല്ല ഇതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഡോണ്ട് ലെറ്റ് യുവർ ഇന്നർ ചൈൽഡ് ഡൈ. നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടീനെ മരിക്കാൻ വേണ്ടി നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾക്ക് സന്തോഷം കൊടുക്കണം, നിങ്ങൾക്ക് പ്ലഷർ കൊടുക്കണം, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ എല്ലാ രീതിയിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പ്ലേഫുൾ ചൈൽഡിലേക്ക്, പ്ലേഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ ക്രിയേറ്റീവ് സോളിലേക്ക്, വൈൽഡ് ആയിട്ടുള്ള സോളിലേക്ക്, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു സോളിലേക്ക്
ഒക്കെ പോയി നിങ്ങൾ ആ ഒരു ഇന്നസെൻസ് നിങ്ങൾ ഗെറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക, പ്ലേഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുറച്ചുകൂടി ലാഫ്റ്ററും കുറച്ചുകൂടി പ്ലേയും കുറച്ചുകൂടി സന്തോഷവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട്, ആം ഐ അപ്പോളജൈസിങ് ഫോർ മൈ ട്രൂത്ത്. നിങ്ങൾ ചിലത് ശരിയായിരിക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, പക്ഷേങ്കിൽ നിങ്ങൾ തന്നെ അവസാനം ഇത് നടന്നത് ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തർക്കിച്ചു, എന്നിട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് വിഷമിക്കുക. ആ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ മേലെ തന്നെ വളരെ മോശമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. നിങ്ങൾ അനാവശ്യമായിട്ട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഐ എം സോറി, അത് നടന്നു, ഇത് പോയി. ചിലരൊക്കെ ഇങ്ങനെ ബെഞ്ചിനോ മേശയിനൊക്കെ പോയിട്ട് തട്ടിയാൽ പോലും അതിനോട് സോറി പറയും. സോ അങ്ങനെയൊക്കെ നിങ്ങൾ ഓവറായിട്ട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ടോ? അത് ആൾക്കാരോട് അയക്കാം, അല്ലെങ്കിൽ നോർമൽ സിറ്റുവേഷനിലായിരിക്കാം. സോ കറേജ് ഇസ് കണ്ടേജിയസ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ശരിയാണെന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ സ്റ്റാൻഡപ്പ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് കറേജ് ഒരു കണ്ടേജിയസ് ആയിട്ടൊരു കാര്യമാണ്. ഐ ഹാവ് ഓൾവേസ് ഹേർഡ് എ തിങ്. അതായത് നമ്മളിപ്പോൾ ഒരു എൽഡർ ആയിട്ടുള്ളൊരു വ്യക്തി നമ്മൾ വളരെ മോശമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് പിന്നെ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള നമ്മളുടെ പേരൻസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവുക, അവരുടെ അടുത്തൊന്നും തിരിച്ചൊന്നും പറയരുത്, അത് പിടിക്കരുത്, ഇതാക്കരുത്. എന്നിട്ട് അവർ പറയാം ഒരു ശാപം തരും, ശപിക്കും എന്നൊക്കെ പറയും. സോ ദിസ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നുള്ളത് ഞാനിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഐ ആസ്ക് മൈ ഗുരു, ആൻഡ് വാട്ട് ഹീ സെഡ് ഇസ് നോ. ശപിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്കൊന്നും കഴിവില്ല. ഓക്കെ, തിങ് ഇസ് ദാറ്റ് അതൊരു കാർമിക് കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾക്ക് ചിലപ്പം നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ ഈ പറയുന്ന എൽഡർ ആയിട്ടുള്ള വ്യക്തി നമ്മളെ വളരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാമായിരിക്കാം. ആ സമയത്ത് നമ്മളൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്നും ഓപ്പോസിറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. സോ അപ്പം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മളുടെ സോളിന് ഒരു ജസ്റ്റിസ് കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, നെക്സ്റ്റ് ഒരു ജന്മം ജനിക്കുമ്പോഴും അവർ വീണ്ടും നമ്മളെ ഹേർട്ട് ചെയ്യും, സോ ദാറ്റ് ആ ഒരു സാധനം വീണ്ടും പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളുടെ സോൾ ചോദിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റിസ് ആണ്. അതായത് നിങ്ങളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തു, നിങ്ങൾ ചെയ്യാത്തൊരു കാര്യത്തിന് നിങ്ങളെ കുറ്റം പറഞ്ഞു, നിങ്ങളുടെ സോളിന് നിങ്ങൾ ജസ്റ്റിസ് വേണം. സോ ആ ഒരു സാധനത്തിന് നിങ്ങൾ റിയാക്ട് ചെയ്യാതെ അവർ പറയുന്നത് എന്തും ശരിയാണെന്ന് പറഞ്ഞിട്ട് മൂളിയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ചെയ്യുന്നത് ഒരു തെറ്റാണ്. ആൻഡ് അത് ആ ഒരു സൈക്കിൾ റിപ്പീറ്റഡ് ആവാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്ത് വെക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ ചുറ്റിലും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് സ്റ്റാൻഡപ്പ് ആൻഡ് സേ ദാറ്റ് ദിസ് ഇസ്, നിങ്ങൾ പറയുന്നതോ നിങ്ങൾ ചെയ്യുന്നതോ ശരിയല്ല, ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ഇറ്റ്. അതായത് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയല്ല. എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആൻഡ് നിങ്ങൾ എൽഡറായി എന്നുള്ളത് കൊണ്ട് മാത്രം എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു പവറും നിങ്ങൾക്കില്ല എന്നെങ്കിലും നിങ്ങൾ പറയാം. വളരെ മാന്യമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും അത് കൺവേ ചെയ്യുക. അതോടെ നിങ്ങളുടെ സോളിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. അവർക്ക് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആക്കുന്ന ആ ഒരു സംഭവം കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഇറ്റ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ് ആൻഡ് ക്ലിയറിങ് ഇറ്റ്. അത് ഇനി വീണ്ടും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് വരുത്തലാണ് നിങ്ങൾ ചെയ്യേണ്ട പണി. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് നമ്പർ 5, സോൾ പാത്ത് നമ്പർ 5 വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മെസ്സേജസ് ദാറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ യു? ടു whom am I comparing myself right now? നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അംബാനി ആയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഏതെങ്കിലും ഒരു ചേച്ചിയോ ചേട്ടനോ ആയിട്ടാണോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേട്ടനോ ചേച്ചിയോ ആയിട്ടാണോ, ആരുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ലൈഫ് അത്രയ്ക്ക് സ്മൂത്തല്ല നമുക്ക് തോന്നുന്നത് പലപ്പോഴും പലരുടെയും ലൈഫ് കാണുമ്പോഴാണ്. ഓക്കെ, അതിന് 2 എക്സ്ട്രീംസ് ഉണ്ട്. ഇഫ് യു ആർ സീയിങ് എ ഗുഡ് എക്സ്ട്രീം, അതായത് നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫും വളരെ മോശമാണ്. അതേപോലെ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലൈഫ് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും നിങ്ങളുടെ ലൈഫ് എത്ര അടിപൊളിയാണെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡിഫിക്കൽട്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും തോന്നില്ല. പകരം ഒരു എന്താ പറയുക, ഓവറായിട്ട് സ്പ്ലർജ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓവറായിട്ട് കൺസ്യൂമറിസം ഉള്ള ആൾക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് തോന്നും. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക്
പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒന്നാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സീ നിങ്ങളെക്കാട്ടിലും മോശമായിട്ട് ജീവിക്കുന്ന ലൈഫ് എന്താണ്. ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾക്ക് ഒരിക്കലും ഇൻസ്പിറേഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് അവരെക്കാളിലും നിങ്ങൾ മോശമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാം, അതായത് ഈ ഒരു വ്യക്തിനെ പോലെ ആവണം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേങ്കിൽ ആ ഒരു വ്യക്തിനെ പോലെ ഞാൻ ഒരിക്കലും ആയില്ലല്ലോ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കരുത്. യു ഹാവ് ടു ഡു എന്നുള്ളതാണ്. വാട്ട് ഡു ഐ റെസിസ്റ്റ് ഫീലിംഗ് റൈറ്റ് നൗ? നിങ്ങൾക്ക് പല ഫീലിങ്സ് ഉണ്ടാവാം. ചിലരുടെ അടുത്ത് സ്നേഹമുണ്ടാവാം, ക്രഷ് ഉണ്ടാവാം, ചിലരുടെ അടുത്ത് നിങ്ങൾക്ക് ലവ് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അവരുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള എന്ത് ഇമോഷനെയാണ് നിങ്ങൾ ഉള്ളിൽ പിടിച്ചു കെട്ടി വെക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര അങ്ങ് ബ്ലോക്ക് ആവും. അങ്ങനെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാർട്ടിൽ മാത്രമല്ല പല പാർട്ടിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം എന്തെങ്കിലും പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷനെ പുറത്തേക്ക് തള്ളി കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആൻഡ് ഞാൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല ആൻഡ് ദിസ് ഇസ് വാട്ട്, നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ പറയാം. റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പറയാൻ പറ്റുമെങ്കിൽ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നിങ്ങൾ പറഞ്ഞു തീർക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് വീണ്ടും പെയിൻ കൂടും, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ വീണ്ടും വീണ്ടും വലുതായി വരും എന്നല്ലാതെ ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു സബ്സൈഡ്. കംപ്ലീറ്റ്ലി അത് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ ഇമോഷൻസിനെയും ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് സങ്കടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, എന്തൊരു ഇമോഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ഇമോഷൻസും ഉണ്ടാവും. ആ ഇമോഷനെ മനസ്സിലാക്കാനും അതിനെ റിലീസ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു വേവ് വന്ന് അത് തിരിച്ചു പോകുന്ന പോലെ തന്നെ ഇതിനെ വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഹൗ ക്യാൻ ഐ ഡീപ്പൻ മൈ ട്രസ്റ്റ് റൈറ്റ് നൗ? നിങ്ങളുടെ ട്രസ്റ്റ് എവിടെയെങ്കിലും ബ്രോക്കൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആരെങ്കിലും നിങ്ങളുടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ട് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സറണ്ടർ ടു യൂണിവേഴ്സ്. അത് നിങ്ങൾക്കൊരു വീലായിട്ട് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിനടുത്ത്. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പ്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു, എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഫുള്ളി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സേഫ് ആയിട്ടുള്ള സ്പേസിലേക്ക് എന്നെ എത്തിക്കൂ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ സറണ്ടർ ചെയ്തേക്കാം. ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ്. അതായത് പല കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുക, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് ട്രസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ള ഈ ഒരു കയോസോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളോ അത് നിങ്ങളുടെ ഇനി വരുന്ന റിലേഷൻഷിപ്പിലോ ഇനി വരുന്ന കാര്യങ്ങളിലോ ഒന്നും ബാധിക്കാതിരിക്കട്ടെ. ആൻഡ് ആരെയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ. അടുത്തത് നമുക്ക് ലൈഫ് പാത്ത് നമ്പർ 6 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് നോക്കാം. വീണ്ടും എനിക്ക് കിട്ടുന്നത് വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഐ ഡാൻസ്ഡ് ഫ്രീലി. നിങ്ങളുടെ കാര്യത്തിലും ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. പലരും ഡാൻസേഴ്സ് ആയിരിക്കാം, പലർക്കും കുറച്ച് തന്നെ ചിലപ്പം ബാത്റൂമിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് കേട്ടാൽ ഒന്ന് മൂവ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാരായിരിക്കാം. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക്. യോഗ, എക്സസൈസ്, സ്വിമ്മിങ്, സിംപ്ലി വാക്കിംഗ് ഇൻ നേച്ചറിൽ വാക്ക് ചെയ്യുക എന്നുള്ളത്, പ്രകൃതി അതൊക്കെ കുറച്ച് പച്ചപ്പും ഹരിതാവൊക്കെ ഉള്ള സ്ഥലത്തൂടെ നടക്കുക, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഡു ഐ നോ ഓൾ മൈ സ്ട്രെങ്ത് ആൻഡ് ആം ഐ യൂസിങ് ഓൾ ഓഫ് ദെം. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അറിയോ ആൻഡ് നിങ്ങൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് സൂപ്പർ പവർ ഉണ്ട്, ഒരുപാട് സൂപ്പർ പവർ ലൈക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ കഴിവ് നിങ്ങൾക്കുണ്ട്. സോ അതിനെ അൺകവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചേ പറ്റുള്ളൂ. അതിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചേ പറ്റുള്ളൂ. ആ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യക്തിയാണ്, ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിനെ പോലെ എനിക്ക് ആവണം,
അതുപോലെ എനിക്ക് പഠിക്കണം, അതുപോലെ എനിക്ക് ചെയ്യണം എന്നൊക്കെ തോന്നിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. സോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ആ ഗിഫ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാത്ത പോലെയാണ് സോളിന് തോന്നുന്നത്. സോ ആ ഒരു ഗിഫ്റ്റ് റാപ്പിൻ്റെ ഉള്ളിലാണുള്ളത്, അത് തുറന്ന് പൊട്ടിച്ച് വേൾഡിന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. ആം ഐ ക്ലിയർ ഓൺ വാട്ട് മൈ സോൾ റിയലി വാണ്ട്സ്? നിങ്ങൾ പഠിച്ചത് വേറൊന്നും ചെയ്യാൻ ആഗ്രഹമുള്ളത് വേറൊന്ന്. ആ രീതിയിൽ സ്റ്റക്കായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഷുഡ്, അതായത് ആ ഷുഡ് നിങ്ങളുടെ ലിമിറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ. അതായത് ഞാൻ ഇതന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലിമിറ്റേഷൻ ആയിരിക്കും. പകരം ഞാൻ അതും ഇതും ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും, ഏതാണ് വർക്കൗട്ട് ആവുന്നത് ഞാൻ അതിലേക്ക് പോകും എന്ന് നിങ്ങൾ പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ട്രൂലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലെവലിലേക്ക് പോകണം, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. സോ നിങ്ങളുടെ സോളിന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളല്ല വേണ്ടുന്നത്. അവർ വേറെ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ സോൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, അതേപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. സോ സോളിൻ്റെ ഇഷ്ടത്തിൻ്റെ രീതിയിലൊരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ലൈഫ് പാത്ത് നമ്പർ 7. ലൈഫ് പാത്ത് നമ്പർ 7 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്ക് നമുക്ക് പോവാം. ഐ എം സീയിങ് വെൻ വാസ് ദ ലാസ്റ്റ് ടൈം ഐ ഡാൻസ് ഫ്രീലി. എഗെയിൻ നിങ്ങളും മൂവ്മെൻറ്റ് നടത്തുന്നില്ലേ? നിങ്ങളും മൂവ്മെൻറ്റ്, ഒരുപാട് ആൾക്കാർ സെഡൻറ്ററി ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം ഒരു ഓവർ വെയ്റ്റ് BMI ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പം പണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളാവാൻ സാധ്യതയുണ്ട്. നെയിം ഓൾ ദ തിങ്സ് യു ലവ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾക്ക് എന്താണ് എന്നൊന്ന് നോക്കുക. ആൻഡ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒന്നാണോ? ആർ യു വൺ ഓഫ് ദം? അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇറ്റ് വിൽ ബി മദർ, എൻ്റെ അമ്മ, എൻ്റെ ലൈക്ക് എൻ്റെ ഫാദർ, എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ. അതിൻ്റെ അകത്ത് നിങ്ങളെ തന്നെ പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, പണ്ടൊന്നും ഞാൻ പറയില്ലായിരുന്നു എനിക്ക് എന്നെ ഇഷ്ടമാണ്, ബട്ട് നൗ ഐ സേ യാ ഐ ലവ് മീ. സോ ആ രീതിയിൽ നിങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളത്. ഐ ഗിവ് മോർ സെൽഫ് ഓൾ ലവ് ആൻഡ് അറ്റൻഷൻ ഐ നീഡ്. നിങ്ങൾ ഫസ്റ്റ് ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങളൊരു ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ? നിങ്ങളൊരു ക്രൗഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആം ഐ ഫോക്കസിങ് ഓൺ വാട്ട് ഐ ആം ലൂസിങ് ഓർ ഗെയിനിങ്? നിങ്ങൾ എന്താണോ നഷ്ടപ്പെടുന്നത് അതോ എന്താണ് നേടുന്നത്, അതിലാണോ നിങ്ങളുടെ ശ്രദ്ധ എന്നുള്ളതാണ്. ആർ യു ഗോയിങ് ത്രൂ സം ചേഞ്ച്? നിങ്ങളിപ്പോൾ ഒരു ചേഞ്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് എപ്പോഴും ഒരു സാധനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടിയുണ്ടോ? അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിലാണോ നിങ്ങളുടെ ചിന്ത, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, കോൺസെൻട്രേഷൻ? അതിൽ നിങ്ങൾ ഗെയിൻ ചെയ്യുന്നുണ്ടാവും. അതായത് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ ചില ലെസൺസ് ലേൺ ചെയ്യുന്നുണ്ട്, ചില പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ എൻഡിങ്സ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു പുതിയ റൂം ഉണ്ടാക്കുകയാണ് ന്യൂ ബിഗിനിങ്സിന് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ പഴയ ബുക്ക്, നിങ്ങളൊരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഴയ ബുക്ക് മാറ്റിയിട്ട് അവിടത്തേക്ക് 5th സ്റ്റാൻഡേർഡിലെ ബുക്കല്ലേ വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു പഴയ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ മേക്ക് മോർ സ്പേസ് ഫോർ എ ന്യൂ ബുക്ക്, അല്ലെങ്കിൽ ന്യൂ സ്പേസ് ഫോർ സംതിങ് ന്യൂ എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ കാര്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ ഫിയർ ഓഫ് ലൂസിങ് മാറിക്കോളും. അത് നഷ്ടപ്പെട്ടാലും അതിനേക്കാട്ടിലും വലുത് നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക്, അമേസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് അല്ലെങ്കിൽ ഒരു ചിന്ത വരുത്താൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ലൈഫ് പാത്ത് നമ്പർ 8 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് എനിക്ക് നോക്കാം. ആം ഐ ഗെറ്റിംഗ് ഇനഫ് റെസ്റ്റ് ടു റീസ്റ്റോർ മൈ എനർജി ആൻഡ് ഫുള്ളി ഷോ അപ്പ് ടു മൈ ലൈഫ്? ഓക്കെ, നിങ്ങൾ ഓവർ വർക്ക്ഡ് ആണോ? ഓവർ സ്ട്രെസ്ഡ് ആണോ? നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുന്നുണ്ടോ? ഈവൻ റെസ്റ്റ് കൊടുക്കാതെ നിങ്ങൾ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഫൈനലി പറയും എന്നെ കൊണ്ടാവുന്നില്ല, ഐ എം സോറി, എനിക്ക് കുറച്ച് റെസ്റ്റ് തരൂ എന്ന് പറയും. സോ അത് വേണോ? നിങ്ങൾക്ക് ഇതിനൊരു സ്പേസ് കൊടുക്കണോ? ഈ ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വെഹിക്കിളാണ്, നിങ്ങളുടെ ഒരു വാഹനമാണ്.
സോ അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. സോ ആ ഒരു റെസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ സോൾ ഒരു റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒരു നല്ല ലാവൻഡർ എസൻഷ്യൽ ഓയിലൊക്കെ ഇട്ടിട്ട് ഒരു നല്ല ഒരു നല്ല ബാത്ത്, ഒരു നല്ല കുളിക്കുക, അതേപോലെ തന്നെ കുറച്ച് മേ ബി സ്പാ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നൊരു ഗ്രൂമിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, യോഗ സെഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുക, ഹീലിംഗ് സെഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റെസ്റ്റ് എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആം ഐ ഓൺ ദ റൈറ്റ് പാത്ത്? എപ്പോഴും ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും നിങ്ങളുടെ അടുത്ത്, ഞാൻ ശരിയായിട്ടുള്ളൊരു വഴിയിലാണോ എന്നുള്ളത്. അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു വഴിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ലെസൺസ് പഠിപ്പിച്ചിട്ട് നിങ്ങളൊരു റൈറ്റ് പാത്തിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചോളും. സോ യു ആർ അലൈൻഡ് ഓൺ എ റൈറ്റ് പാത്ത് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഈ പ്രോസസ്സ് നിങ്ങളെ ഒരു റൈറ്റ് പ്ലേസിലേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. How can I be more kind to myself and offer more grace in every moment? നിങ്ങൾ നിങ്ങളോട് തന്നെ വളരെ സെൽഫ് ലവോടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഒരു ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഏറ്റവും വലിയ മെഡിസിനാണ് സെൽഫ് ലവ്. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഏറ്റവും പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്നത് സെൽഫ് ലവിലൂടെയാണ്. ഇഫ് യു ലവ് യുവർ സെൽഫ് മോർ, നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ട്രസ്റ്റ് ബ്രേക്കിംഗ് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കും, പക്ഷേങ്കിൽ ഒരുപാട് ലെവലിൽ, ഡീപ്പർ ലെവലിൽ ബാധിക്കില്ല. നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ മേലെ കുറച്ചുകൂടി ഗ്രേസോടെ നോക്കുക. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളോട് തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ലൈറ്ററായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ക്രിട്ടിക് ഉണ്ട്, നീ കൊള്ളില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ അതത്ര പോരാ, നീ ചെയ്ത അത്ര പോരാ എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്ന ആ ഒരു ആളെ തട്ടിക്കളയാം. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഓക്കെയാണ് എന്ന് പറയുന്ന ഒരാളെ അവിടെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ലെറ്റ്സ് സീ ലൈഫ് പാത്ത് നമ്പർ 9 ചൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്. ഓക്കെ, ഡസ് മൈ ലൈഫ് ഹാവ് മോർ റൂം ഫോർ പ്ലഷർ ആൻഡ് പ്ലേ? കുറച്ചുകൂടി സീരിയസ്നെസ് മാറ്റി കുറച്ചുകൂടി പ്ലേ, അതായത് ഒരു ഇന്നർ ചൈൽഡിന് ഒരു സ്പേസ് കൊടുക്കണം. നിങ്ങളൊരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യുക, അതേപോലെ തന്നെ കുട്ടികളായിട്ട് ലൈഫ് ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ചുകൂടി ഫ്രീ ആവുക, കുറച്ചുകൂടി അവൈലബിൾ ആവുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ. അതേപോലെ തന്നെ പ്ലഷറും ഹാപ്പിനെസ്സും അതേപോലെ തന്നെ ലാഫ്റ്ററും അങ്ങനെയുള്ള സന്തോഷമുള്ള ഇമോഷൻസ് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലൈഫ് മാറ്റുക. വാട്ട് ആം ഐ മോസ്റ്റ് അഫ്രെയ്ഡ് ഓഫ് ലൂസിങ്? നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്ത് നഷ്ടപ്പെടും എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്ന അത് നിങ്ങളുടെ ലൈഫിനെ മോശമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ എൻഡ് ആവണം എന്നുണ്ടെങ്കിൽ എൻഡായേ പറ്റുള്ളൂ. അതിനെ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിനെ വിട്ട് കളയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു സേഫ്റ്റി, സെൻസ് ഓഫ് സേഫ്റ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സേഫ് സ്പേസിലാണെന്നുള്ളൊരു തോന്നലും നിങ്ങൾക്ക് ഗ്രോത്തും ബിലോങ്ങിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരു വലിയ കള്ളായിരിക്കും നിങ്ങളുടെ കാര്യത്തിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ് എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ വിട്ട് കളയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കുള്ള ചില പേടികൾ, ഏറ്റവും വേഴ്സ്റ്റ് സെനാരിയോ ആയിരിക്കും നിങ്ങൾ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അത് നിങ്ങളുടെ പേടിയാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആൻഡ് ആ ഒരു നഷ്ടം കാരണം നിങ്ങൾ വിചാരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സെനാരിയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. സോ ഇന്ന് നിങ്ങൾ കുറച്ചുകൂടി പവർഫുൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ ലവ്ഡ് ആണ്, നിങ്ങൾ സേഫ് ആണ്, ആൻഡ് നിങ്ങൾ ഇവിടെ എർത്തിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാലും ആ നഷ്ടങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക. ആം ഐ വില്ലിങ്? നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സോള്. നിങ്ങളുടെ സോൾ എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ റിസ്ക് ഉണ്ടാവാം, ചില ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം, ചിലതായിട്ട് നടക്കുന്നതിനകത്തൊരു പെർഫെക്റ്റ് കാര്യമൊന്നും ആയിരിക്കില്ല.
അതെപ്പോൾ നടക്കും എങ്ങനെ നടക്കുമോ എന്നൊന്നും അറിയില്ലായിരിക്കാം, ഫെയിലിയർ ഉണ്ടാവാമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങളുടെ മേലെയുള്ള നിങ്ങളുടെ ട്രസ്റ്റ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഐ എം പ്രിറ്റി മച്ച് ഷുവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ മൊമെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ആ സോള് ആ ഒരു വലിയ മൊമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ റിസ്ക് ഉണ്ട്, അതിന് അൺസർട്ടനിറ്റി ഉണ്ട്, അതെപ്പോൾ നടക്കും എന്നൊന്നും യൂണിവേഴ്സോ അല്ലെങ്കിൽ സോളോ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. പക്ഷേ യു ഷുഡ് ബിലീവ്, അതായത് ഇത് നടക്കും. നിങ്ങളുടെ കണ്ണ് ഒരു ദിവസം പൂട്ടി തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രീം ലൈഫായിരിക്കും നിങ്ങൾ ലീഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ബിലീവ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് പൈൽ നമ്പർ 9, സോൾ പാത്ത് നമ്പർ 9 മെസ്സേജാണ് നമ്മളിപ്പോൾ കേട്ടത്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.